അപ്പം നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചക്കക്കുരും കടച്ചക്കയും. പഴയ കാലത്ത് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വറുത്തരച്ചൊക്കെ എടുക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുത്തു. ഇനി അടുത്ത് കടച്ചക്ക കഴിവാരി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കടച്ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇച്ചിരി ഉപ്പും വേപ്പിലയും വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടു. ഇതിൻ്റെ അകത്തേക്ക് ഇച്ചിരി വേപ്പിലയോടെ അങ്ങ് ഇട്ടു. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു. പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം എന്തോന്നൊക്കെ നോക്കാം. എന്താ ഉപ്പൊക്കെ പാകമാണോ എന്നൊക്കെ കൃത്യമായിട്ട് നോക്കണം. അടിപൊളി പാകത്തിനായിട്ട് നോക്കാം. ചക്കക്കുരൊക്കെ വരുന്നുണ്ട്. കടച്ചക്കയും നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ അധികം നമ്മൾ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ഇച്ചിരിയോടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതായി കഴിഞ്ഞ് കഴിയുമ്പോൾ 2 സ്പൂൺ മുളക് പൊടി. ഒരു വലിയ സ്പൂണാകുമ്പോൾ ഒരു അപ്പോൾ നമ്മൾ 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല ഇട്ട് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് 2 ഉണക്കമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. ഉണ്ടല്ല, ഒരു 3-4 ഉണക്കമുളകൊക്കെ ഇട്ടിട്ടുണ്ട് എരിവിന്. അപ്പോൾ അത് കത്തി പോകാത്ത രീതിയിൽ നന്നായിട്ട് വറുത്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വറുത്തങ്ങെടുക്കാം. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. നമ്മുടെ തേങ്ങ നമുക്ക് കുറച്ച് വറുത്തങ്ങെടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച്. അപ്പോൾ നമ്മൾ വറുത്തര അരച്ചെടുത്തു. നല്ല അടിപൊളിയായിട്ടാണ് വറുത്തര അരച്ചത്. നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. ഇതേമാതിരി നമ്മൾ വറുത്തര അരച്ചെടുക്കുക. മറ്റത് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കണത് ഒരു വെന്ത അങ്ങ് കുഴഞ്ഞു പോയിട്ടില്ല. വെന്ത കുഴഞ്ഞു പോകാനും പാടില്ല. വെന്ത് കുഴഞ്ഞു പോയാൽ കൊള്ളില്ല. അപ്പോൾ പാകത്തിനുള്ള വേവിന് നമ്മുടെ സംഗതി കിട്ടിയിട്ടുണ്ട്. ചക്കക്കുരൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വറുത്തര അതിൻ്റെ അധികം ഇട്ട് കൊടുക്കാം. അതിനകത്ത് നല്ല കൊഴുപ്പിനിരിക്കണേ. അപ്പോൾ അത് നല്ല മൊത്തം ഇളകി അതിനകത്ത് പോട്ടെ. നല്ല കൊഴുപ്പിനാണ് നമ്മുടെ വറുത്തര അരച്ച് വെച്ചാൽ വെള്ളമൊന്നും ചേർക്കാതെ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അരച്ച് വെച്ചാണ്. അപ്പോൾ ആ കണ്ടീഷനിലേക്ക് മൊത്തം അപ്പോൾ നമ്മുടെ കടച്ചക്കക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കടച്ചക്കറിയാണ്. നല്ല വറുത്തരച്ച് വെച്ചാണത്. ഇങ്ങനെ വെള്ളം വേണം. ഇനി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ചീഞ്ചട്ടി വെച്ച് കൊടുത്ത് വെളിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് സാധനം കൊണ്ട് ചേർക്കണം. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഒരു 2-3 പച്ചമുളക്, കുറച്ച് വേപ്പില. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കടുക് പൊട്ടിക്കണില്ല. കടുക് പൊട്ടിക്കാണ്ട് ആണ് നമ്മളിത് ഈ കറിയിൽ കടുക് പൊട്ടിക്കില്ല. അപ്പോൾ ഇത് നമ്മൾ മൂത്ത് വന്നിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കും. ശരിക്കും മൂത്ത് വരും. അപ്പോൾ സാധനം മൂത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും വേപ്പിലൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് അതിൻ്റെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ നമുക്ക് വാങ്ങാം. നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കറിയിലേക്ക് ചേർക്കാം.
നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പാകം. ഇവിടെ ചക്കക്കുരും കടച്ചക്കയും വറുത്തരച്ചത്. നിങ്ങളെല്ലാവരും ഈ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കൂട്ടാനാണ് ഇത്. നമ്മുടെ നല്ല ടേസ്റ്റാണ് ഈ സാധനം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനിയായും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരും. ഇത് എനിക്ക് നമ്മുടെ വറുത്തരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു പഴയ കാലം ഓർമ്മയിലേക്ക് പോയ ഒരു സംഭവമാണത്. ഈ വറുത്തരയുടെ കുറച്ച് ഞാൻ എടുത്ത് വെച്ച് നമ്മുടെ കുറച്ച് വാളംപുളി, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് കഴിച്ചിട്ടുള്ളവർ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. ഞാൻ എൻ്റെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഇതൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. ആ ഒരു ഇത് മനസ്സിൽ കയറിയതുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ പഴയ കാലത്തേക്ക് ഒരു ചെറിയൊരു ഓർമ്മയിലേക്കും എന്നെ കൊണ്ടെത്തിച്ചു. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവർ ഒരു ലൈക്ക് ചെയ്യണേ. ഇപ്പോൾ കറി കൂട്ടി നോക്കിയിട്ടുണ്ട്. കറി നല്ല അടിപൊളി കറിയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ് കറിക്ക്. നിങ്ങൾ ഈ സാധനം ഒന്ന് ഉണ്ടാക്കി നോക്കണം. കടച്ചക്കയും ചക്കക്കുരും വറുത്തരച്ച് വെച്ചത്. അതുപോലെ ഇത് പഴയ ചെയ്തിട്ടുള്ള ആൾക്കാർ ഒന്ന് പറയണം കേട്ടോ, ഒന്ന് ലൈക്ക് അടിക്കണേ. കാര്യം പോലെ തന്നെ ഇത് കഴിച്ചിട്ടില്ലാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ചമ്മന്തിയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കടച്ചക്ക കൂട്ടാൻ അടിപൊളി കറി.